തൃശൂർ ATM കവർച്ച കേസിലെ പ്രതികളെ കേരള പോലീസിന് കൈമാറി. പ്രതികളെ തൃശൂരിലെത്തിച്ചു. നാളെയും മറ്റന്നാളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് നീക്കം. 3 ATMകളിൽ നിന്നായി 68 ലക്ഷം രൂപയാണ് പ്രതികൾ കവർന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നൽകും തൃശൂരിൽ നിന്ന് വിവരങ്ങൾ. ജെയ്സൺ, ഹരിയാന സംഘത്തെ എപ്പോഴാണ് കേരള പോലീസിന് കൈമാറിയത്? എപ്പോഴാണ് ഇവരെ കേരളത്തിൽ തൃശൂരിൽ എത്തിച്ചത്? ബിനിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജില്ലാ ആശുപത്രിയിലാണ്, തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ. ഇപ്പോൾ ഓരോ പ്രതികളുടെയും വൈദ്യപരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 3 പ്രതികളുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ബാക്കി 2 പേരെ കൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 27-ാം തീയതിയാണ് തൃശ്ശൂരിലെ 3 ATMകളിൽ കവർച്ച നടത്തിയത്. ഒന്ന് മാപ്രാണം, 2 കോലഴി, മറ്റൊന്ന് ഷൊർണൂർ റോഡ്, തൃശ്ശൂർ നഗരത്തിനോട് തന്നെ ഷൊർണൂർ റോഡിലെ ATM. ഈ 3 ATMകളിൽ നിന്നായി 68 ലക്ഷം രൂപ ഇവർ കവർന്നു. 2 മണിക്കൂറിനുള്ളിൽ കവർച്ച നടത്തി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കണ്ടെയ്നറിൽ കാറ് കയറ്റി കടന്നു പോകുന്നതിനിടെ തമിഴ്നാട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടുന്നത്. ഇന്നലെ ഇവരെ കേരള പോലീസിന് വിട്ടുകിട്ടേണ്ട ഒരു അപേക്ഷ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുകിട്ടി. ഇന്ന് അല്പം മുമ്പാണ്, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കും. പിന്നീട് നാളെയും മറ്റന്നാളുമായിട്ടാണ് തെളിവെടുപ്പ് പൂർത്തീകരിക്കുക. അതിനുശേഷം വീണ്ടും തിരിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ആന്ധ്രയിൽ നിന്നുള്ള പോലീസ് സംഘവും വരും ദിവസം അവിടെ എത്തുന്നുണ്ട്. ആ ആന്ധ്രയിൽ ഇവർക്കെതിരെ കേസുണ്ട്. അത്തരത്തിൽ വിശദമായ അന്വേഷണം, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച ഒരു കവർച്ചയായിരുന്നു ഇവിടെ നടന്നത്. 2 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ ദൂരത്തിൽ 3 ATMകൾ കവറുക എന്നത്, അതും അതിസാഹസികമായി ആസൂത്രിതമായി രക്ഷപ്പെടുക എന്നത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരളത്തിൽ കേട്ട് പരിചയമുള്ള ഒരു കവർച്ചയായിരുന്നില്ല. അത്രയേറെ വിദഗ്ധരായ ആളുകളാണ് ഇവർ നേരത്തെ തന്നെ നിരവധി കേസുകളിൽ ഒരാൾക്ക് ഈ കേസിൽ പ്രതിയായ ഒരാൾ 7 കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ATM കവർച്ച കേസുകളിൽ പ്രതിയായവരാണ് ഇതിൽ പ്രധാനമായി ഉൾപ്പെട്ടിരുന്നത്. 7 അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്ന. ഒരാളെ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ച് ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരാളുടെ കാലിന് വെടിയേറ്റിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ കാല് മുറിച്ചു കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഈ 5 പ്രതികളെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ കാല് മുറിച്ച ആൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ സമഗ്രമായ ഈ കവർച്ച സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പറഞ്ഞതാണ്, കണ്ടെയ്നറിലേക്ക് ഈ കാറ് കയറ്റിയത് മണ്ണുത്തിക്കും പട്ടിക്കാടിനും ഇടയിൽ വെച്ചാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ, എവിടെ വെച്ചാണ് കണ്ടെയ്നറുള്ളിലേക്ക് കാറ് കയറ്റിയതെന്ന് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോൾ ഏകദേശം ധാരണയായിരിക്കുന്നത് അത്തരത്തിൽ മണ്ണുത്തിക്ക് പട്ടിക്കാടിന് ഇടയിൽ വെച്ചാണ് കണ്ടെയ്നറിലേക്ക് കയറ്റുന്നു. വളരെ ആസൂത്രിതമായി കടന്നു പോകുന്നു. ഇവർ ATMകൾ തെരഞ്ഞുപിടിച്ച് കവർ ചെയ്യുന്ന സംഘമാണ്. ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ടാണ് ATMകൾ തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ ഗൂഗിൾ വഴി ഈ ചേർപ്പ് ഭാഗത്ത് ഈ കവർച്ച നടക്കുന്ന അന്ന്, മാപ്രാണത്ത് കവർച്ച നടത്തുന്നതിന് മുൻപ് ചേർപ്പ് ഭാഗത്ത് ഒരു ATMയിലേക്ക് അത്തരമൊരു ശ്രമം നടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവിടെ കവർച്ച നടത്താൻ അവർ കഴിഞ്ഞില്ല. ആ സമയത്ത് വാഹനം കടന്നു വരികയും മറ്റോ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ കവർച്ച ഉപേക്ഷിച്ചു. പിന്നീടാണ് മാപ്രാണത്ത് എത്തുകയും ആദ്യം മാപ്രാണത്ത് 2:10 മാപ്രാണത്തെ SBIയുടെ ATM കൗണ്ടറിൽ കവർച്ച നടന്നു. അവിടെ നിന്ന് 35 ലക്ഷം രൂപ കവർച്ച ചെയ്യുന്നു. അതിനുശേഷം തൃശ്ശൂർ നഗരത്തോടടുത്തുള്ള ഷൊർണൂർ റോഡിലുള്ള SBIയുടെ അടുത്ത ATMയിൽ കവർച്ച നടന്നു. അവിടെ നിന്ന് 10 ലക്ഷം രൂപ കവർന്നു. അതിനുശേഷം കോലടിയിലുള്ള അടുത്ത ATM, SBIയുടെ തന്നെ അടുത്ത ATMയിലെത്തുന്നു. അവിടെ നിന്ന് ഏകദേശം 30 ലക്ഷം രൂപയോളം കവർന്നു. ഇത്തരത്തിൽ മൊത്തം 68 ലക്ഷം രൂപ കവർന്നുകൊണ്ട് വളരെ ആസൂത്രിതവും സാഹസികവുമായിട്ടാണ് അവർ കടന്നുപോയത്. ഏതായാലും വൈദ്യപരിശോധന വളരെ അധികമായിട്ടാണ് തമിഴ്നാട് പോലീസ് നാമക്കല്ലിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരള പോലീസിന് വിട്ടു നൽകിയിരിക്കുകയാണ്. തൃശ്ശൂരിലെ കേരളത്തെ ഞെട്ടിച്ച ATM കവർച്ച കേസിലെ ഹരിയാന സ്വദേശികളായിട്ടുള്ള പ്രതികൾ ഇപ്പോൾ തെളിവെടുപ്പിന്റെ ഭാഗമായി കേരള പോലീസിന് വിട്ടുകിട്ടിയിട്ടുള്ള അവരെ ഇപ്പോൾ തൃശ്ശൂരിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്.